ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന വലിയ വാർത്ത വരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. സ്വർണത്തെ ചെമ്പാക്കിയതിൽ സുധീഷ് കുമാറിന് പങ്കുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ചോദ്യം ചെയ്ത് പക്ഷേ വിട്ടയച്ചു. ഹരിമോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഹരി, വളരെ നിർണായകമായ മൂന്നാമത്തെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നീട് മുരാരി ബാബു, ഇതാ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് സുധീഷ് കുമാർ ചെയ്തതായി പോലീസ് SIT സംശയിക്കുന്നത്? കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള D സുധീഷ് കുമാറിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. D സുധീഷ് കുമാറിന് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിൽ കൃത്യമായ പങ്കുണ്ട്, റോളുണ്ട്. മാത്രമല്ല ഇതിന്റെ ഗൂഢാലോചനയിലടക്കം പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ, തെളിവുകളൊക്കെ തന്നെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി D സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇയാളെ വിളിച്ചു വരുത്തുകയും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീളുകയും ഇന്ന് പുലർച്ചെയാണ് അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. D സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ഇനി വരും ദിവസങ്ങളിൽ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അവരുടെ കസ്റ്റഡിയിലേക്കും തുടർന്ന് അറസ്റ്റിലേക്കും നീളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് SITയുടെ ഒരു പ്രധാന നിഗമനം. മാത്രമല്ല ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ആളുകൾക്കെതിരെ D സുധീഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി, എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ D സുധീഷ് കുമാറിന് ശേഷം അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് വരെ നീളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ D സുധീഷ് കുമാറിനെ ഹാജരാക്കും. ആ സമയത്ത് സമർപ്പിക്കുന്ന റിപ്പോർട്ടിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘം വെളിപ്പെടുത്തുക. എന്തായാലും സുധീഷ് കുമാറിന് എതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് SIT പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അത് ശേഖരിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ജയിലിലേക്ക് പോയതിനു ശേഷം ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനോടൊപ്പം ഇന്നലെ CK വാസുദേവൻ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും ശബരിമലയിലെ സ്പോൺസറുമായ വ്യക്തിയെ കൂടി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ വിട്ടയക്കുകയാണ് ചെയ്തത്. വരും ദിവസങ്ങളിൽ വീണ്ടും വിളിച്ചു വരുത്തും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്ന അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത അറസ്റ്റ് എന്നുള്ള നടപടിയിലേക്ക് കടക്കുക. എന്തായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെ ആയിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. കാരണം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, രണ്ടാം പ്രതി മുരാരി ബാബു, മൂന്നാം പ്രതിയായിട്ടുള്ള സുധീഷ് കുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ 4, 5, 6 പ്രതിസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുക, ചോദ്യം ചെയ്യുക, വേണ്ടി വന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. അരുൺ, താങ്ക് യു.